പത്രവാർത്തകളുമായിട്ട് ഇന്ന് നമുക്കൊപ്പം ഉള്ളത് VS സനോജാണ്. VS സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. മഴയും മഴക്കെടുതിയും തന്നെയാണല്ലേ? അതെ, വലിയ രീതിയിലുള്ള മഴക്കെടുതിയിലേക്ക് പോകും എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം സാധാരണ നമ്മൾ മഴ തുടങ്ങുന്ന സമയത്ത് ഇത്രയും വലിയ രീതിയിൽ ഇത്ര കണ്ട് ഡിവാസ്റ്റേറ്റ് ചെയ്യും എന്ന് നമ്മൾ സാധാരണ വിചാരിക്കാറില്ല. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് സംഭവിക്കാറുണ്ട്. പക്ഷേ ഈ 2 ദിവസം കൊണ്ട് വലിയ രീതിയിലേക്കുള്ള മഴക്കെടുതിയിലേക്ക് പോകുന്നു എന്നുള്ള തരത്തിലേക്ക് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം കേരളം മുഴുവൻ ആ രീതിയിലേക്ക് വെള്ളക്കെട്ടുകളുടെയും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. പല ജില്ലകളിലും സ്കൂളുകൾക്ക് അവധി ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞെല്ലാം റെഡ് അലർട്ടിലും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെയാണ് ഇന്ന് പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നിയ ഒരു കാര്യം 3 വാർത്തകളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് പത്രങ്ങൾ പ്ലേസ് ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനം. ഒന്ന്, നമ്മൾ ഈ പറയുന്നത് സേതു പറഞ്ഞതുപോലെ മഴ, കാലവർഷം വന്നതും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും അതിനിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ പോവും. മറ്റൊന്ന്, ഇപ്പോൾ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ടും ഈ ചരക്ക് കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ആശങ്കയും അത് സംബന്ധിച്ച അത് കണ്ടെയ്നറുകൾ പൊങ്ങുന്നതുമായി ബന്ധപ്പെട്ടും തീരത്തടിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത. മൂന്നാമത്തെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നിലമ്പൂരിലെ ഇലക്ഷൻ. ഈ 3 വാർത്തകളിൽ തന്നെയാണ് മലയാളത്തിലെ പത്രങ്ങളെല്ലാം തന്നെ ഇന്ന് മൊത്തത്തിൽ ക്യാരി ചെയ്തിരിക്കുന്ന വാർത്തകളെല്ലാം തന്നെ ഉൾപേജുകളിലെല്ലാം ഇതിൻ്റെ വിശദാംശങ്ങളും മറ്റ് ഇതിൻ്റെ വിശകലനങ്ങളും ഒക്കെ തന്നെയാണ് ഉള്ളത്. ഏതായാലും മാതൃഭൂമിയിൽ കപ്പൽ മുങ്ങി, ആശങ്ക പൊങ്ങി എന്നുള്ള തലക്കെട്ടിൽ മാതൃഭൂമി 1-ാം പേജിൽ ഈ വാർത്ത നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ 7-ാം പേജിലേക്ക് ഇതിൻ്റെ വളരെ സവിസ്തരമായിട്ട് തീരത്ത് ജാഗ്രത എന്നുള്ള കാര്യം പറയുന്നു. ഒപ്പം സമുദ്രജീവികളെ കൊല്ലുന്ന എണ്ണപ്പാട അത് ആശങ്കയുണ്ടാക്കുമോ എന്നുള്ള കാര്യത്തിൽ അത് സംബന്ധിച്ച ഒരു വിവരം ഈ വാർത്തയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ എണ്ണ ആലപ്പുഴ ഭാഗത്തേക്ക് കടലിൽ നിന്നിങ്ങനെ വെള്ളത്തിൽ ചേർന്ന് ലയിച്ച് മുന്നോട്ട് അതിൻ്റെ ഒരു പാട പോലെ പോകും എന്നുള്ള ഈ ആശങ്കയുണ്ട്. ഒപ്പം കൊല്ലത്ത് തീരത്തടിഞ്ഞ കണ്ടെയ്നർ തുറന്ന നിലയിൽ അത് കാലിയായിട്ടുള്ള കണ്ടെയ്നറുകൾ കൊല്ലത്തേക്ക് വന്നതിനെ സംബന്ധിച്ചുള്ള ബേസിക് ഇൻഫർമേഷൻ ഏതായാലും ഇന്നത്തെ പത്രങ്ങളിലുണ്ട്. ഒപ്പം തീരത്ത് ആലപ്പുഴ അടക്കമുള്ള തീരങ്ങളിലുള്ള ജാഗ്രതയെക്കുറിച്ച് പറയുന്നു. ഏതായാലും 1-ാം പേജിൽ അവരത് കുറച്ചൊരു ഇൻഫോഗ്രാഫിക് സ്വഭാവത്തിൽ നൽകിയിട്ടുണ്ട്. കണ്ടെയ്നറുകളിൽ ഒന്ന് കൊല്ലം തീരത്ത് അതിൻ്റെ കപ്പൽ മുങ്ങിയെടുത്തുള്ള സമുദ്ര ഉപരിതലത്തിൽ നിന്ന് 50 മീറ്ററോളം ആഴം എന്നുള്ള കാര്യം, കാൽസ്യം കാർബൈഡ് 13 കണ്ടെയ്നറുകളിലുണ്ട് എന്നുള്ള കാര്യം. ഇത് വലിയൊരു കാര്യം, വലിയൊരു സംഭവമല്ല. ഇത് ലോകത്തെ സംബന്ധിച്ച് ഇത്തരം സംഭവങ്ങൾ ധാരാളം നടക്കാറുണ്ട്. 1 ലക്ഷം കണ്ടെയ്നറുകൾ ഒരു വർഷം ഇവിടെ തന്നെ ആ രീതിയിൽ കടലിൽ പതിക്കാറുണ്ടെന്നുള്ളത് സംബന്ധിച്ചൊരു കണക്കും കൂടെ ഏതായാലും അവർ നൽകിയിട്ടുണ്ട്. ഈ കപ്പലുമായി ബന്ധപ്പെട്ട വാർത്തയിൽ കേരള തീരത്ത് കടൽക്കണി എന്ന് പറഞ്ഞ് മനോരമ വളരെ വിശദമായും മനോരമ കുറച്ചുകൂടെ വിശദമായ തരത്തിലേക്ക് അത് കൊണ്ടുപോയിട്ടുണ്ട്. കുറച്ച് അധികം അമിത പ്രാധാന്യം അതിന് നൽകിയോ എന്ന് തോന്നുന്ന തരത്തിലേക്ക് കുറച്ച് ആശങ്ക ജനിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് ആ വാർത്ത നൽകിയിരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ആഴിയോളം ആധി എന്നാണ് ഉൾപേജിൽ അവർ സെൻറ്റർ സ്പ്രെഡ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ സ്പ്ലിറ്റ് കൊടുത്തിരിക്കുന്നത് വലിയ വാർത്താ പ്രാധാന്യത്തോടെയാണ്. മത്സ്യമേഖല ആശങ്കയിൽ അത് ഒരു വലിയ കാര്യമാണ്. മത്സ്യമേഖലയ്ക്ക് ഈ കാര്യത്തിൽ ഒരു ആശങ്ക സംഭവിക്കും. കാരണം ഇതിനകത്തുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദമായ പഠനങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ വിലയിരുത്തലുകളോ അതിൻ്റെ പരിശോധനയോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എണ്ണപ്പാടുകൾ ഏത് തരത്തിൽ സമുദ്രമേഖലയിൽ മത്സ്യബന്ധനത്തെ ബാധിക്കും, അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനപ്പുറത്തേക്ക് ഇത് സംബന്ധിച്ച സുരക്ഷാ പ്രശ്നങ്ങളില്ല എന്നാണ് ഇതുവരെയുള്ള വിവരങ്ങളെല്ലാം പറയുന്നത്. ഏതായാലും മലയാള മനോരമ അത് വലിയ രീതിയിൽ പ്രാധാന്യത്തിൽ തന്നെ വളരെ സവിസ്തരം തന്നെ നൽകിയിരിക്കുന്നു. അതിൻ്റെ എല്ലാ തരത്തിലുള്ള എല്ലാതരം ആംഗിളുകളും അതിനകത്ത് കൃത്യമായി വന്നിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഈ രാസപദാർത്ഥങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്, എണ്ണയല്ല. അതിനേക്കാൾ വലിയ വിപത്ത് അതായിരിക്കുമെന്ന് അതിനകത്ത് വിദഗ്ധർ പറയുന്നു. ഏതായാലും ഈ കപ്പലുമായി ബന്ധപ്പെട്ട വാർത്തയുടെ പ്രാധാന്യം ഏതായാലും എല്ലാ പത്രങ്ങളുടെയും തലക്കെട്ടുകളിലും പ്രധാന പേജുകളിലെല്ലാം ഇടം പിടിച്ചിട്ടുണ്ട്. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ കാലവർഷക്കെടുതി ഒരു വലിയ കാര്യമായിട്ട് എല്ലാ പത്രങ്ങളും നൽകിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉൾപേജുകളിലെല്ലാം തന്നെ വന്നിട്ടുണ്ട്. എല്ലായിടത്തും നാശനഷ്ടവും ഈ കാറ്റും മഴയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് കൂടുതൽ പേജുകളും. ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ഇതൊക്കെ തന്നെയായിരിക്കും. മരം വീണു കളമശ്ശേരിയിലും മേലൂരിലും വൈദ്യുതി നിലച്ചത് അടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ ഹൈവേകളിലുണ്ടായിട്ടുള്ള വെള്ളക്കെട്ടുകളുമായി ബന്ധപ്പെട്ട വാർത്ത, ഇതെല്ലാം തന്നെ എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട്. ഇന്ന് മനോരമയും മാതൃഭൂമിയും അടക്കം ദേശാഭിമാനിയും മാധ്യമവും അടക്കം എല്ലാവരും നൽകിയിരിക്കുന്നു. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോകാൻ നമ്മൾ ഇന്നലെ മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ പ്രാധാന്യത്തോടെ ചാനൽ
ചാനലുകൾ നൽകിയ നിലമ്പൂരാണ്. നിലമ്പൂരിനെ സംബന്ധിച്ച് ഇന്ന് വിശദമായ വാർത്ത നൽകിയിട്ടുണ്ട്, എല്ലാ പത്രങ്ങളിലും ഉണ്ട്. അതിൽ എന്തായിരിക്കും UDFിൻ്റെ മനസ്സിൽ എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നു. അത് ആര്യാടൻ ഷൗക്കത്താണോ ജോയി ആണോ എന്നുള്ള കാര്യം. അത് മാത്രമല്ല, ഈ നിലമ്പൂരിനെ സംബന്ധിച്ച് വലിയൊരു പ്രസ്റ്റീജിയസ് ഫൈറ്റ് എന്ന് പറയാം CPIM-നെ, ഇടതുമുന്നണിയെ സംബന്ധിച്ച്. കാരണം വലിയ ഒരു പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് ഇടതുമുന്നണിയിൽ നിന്ന് അൻവർ പോയതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അത് ജയിക്കാൻ വേണ്ടി എല്ലാ കളികളും കളിക്കുക എന്നുള്ളത്, അൻവറിന് എതിരായ ഒരു നിലപാടെടുക്കുക എന്നുള്ളത് CPIM-നെ സംബന്ധിച്ച് പ്രത്യേകിച്ചും വലിയ കാര്യമാണ്. മറ്റൊന്ന്, ഈ അവസരം മുതലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു വലിയ പിന്മാറ്റം അല്ലെങ്കിൽ വലിയ ഒരു പരാജയപ്പെടലായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആരായിരിക്കും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഒപ്പം BJP ഇത്തവണ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു സംബന്ധിച്ച വാർത്തയും കൂടെയുണ്ട്. കാരണം ഏതാണ്ട് ഒരു 4.5% വോട്ടുള്ള സ്ഥലം മാത്രമാണ് അവിടെ. പക്ഷേ കഴിഞ്ഞ തവണത്തെ അൻവറിൻ്റെ ഭൂരിപക്ഷം വെച്ച് നോക്കിയാൽ BJP പിൻവാങ്ങിയാൽ അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഫാക്ടേഴ്സ് വർക്ക് ചെയ്യുമോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഏതായാലും മറ്റ് വാർത്തകൾ എന്ന് പറയുന്നത്, ഇന്ന് 1.5 ലക്ഷം ഡ്രൈവിംഗ് ലൈസൻസുകൾ കാണാനില്ല എന്ന് മാതൃഭൂമിയുടെ 1-ാം പേജിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ടല്ലാത്ത വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയാണ്. മറ്റൊന്ന്, ജാഫർ പനാഹി പാംഡിയോർ മിണ്ടാതെ ഇറാൻ എന്ന് പറയുന്ന വാർത്ത. ഒപ്പം സ്പോർട്സിനെ സംബന്ധിച്ചും വളരെ പ്രാധാന്യത്തിൽ പല വാർത്തകളും നൽകിയൊരു ദിവസമാണ്. കാരണം കാർലോ ആൻസലോട്ടിയുടെ ലൂക്ക മോഡ്രിച്ചിനൊക്കെ യാത്രയയപ്പ് നൽകിയ റയൽ മാഡ്രിഡിനെ കുറിച്ച് ഏതായാലും മാതൃഭൂമി ഗുഡ് ബൈ ലൂക്ക കാർലോ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്നു. ഹിന്ദുവിൽ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ പോകാം, കാരണം നമ്മുടെ സമയത്തിൻ്റെ പരിമിതിയുണ്ട്. ഹിന്ദു പത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളുള്ള ദിവസമാണ്. കാരണം മണിപ്പൂർ രാജ്ഭവൻ്റെ മുന്നിൽ മെയ്തേയ് വിഭാഗത്തിൻ്റെ വലിയ പ്രതിഷേധം ഇന്നലെ നടന്നിരിക്കുന്നു. വീണ്ടും ഒരു സംഘർഷത്തിൻ്റെ സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ള ഒരു പ്രശ്നം. മറ്റൊന്ന്, കാസ്റ്റ് കൗണ്ടുമായി ഈ സെൻസസുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവന. ഇത്തരം വാർത്തകൾക്കും കൂടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ മലയാള മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തിൽ പ്ലേസ് ചെയ്യാത്ത വാർത്തകൾക്ക് ഏതായാലും ഹിന്ദു പ്രാധാന്യം നൽകിയിരിക്കുന്നു. കാരണം മണിപ്പൂരിലെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. മറ്റൊരു കുറച്ച് കൗതുകം ചേർന്നൊരു വാർത്ത എന്ന് പറയുന്നത്, തേജ് പ്രതാപ്, അതായത് ലാലു പ്രസാദിൻ്റെ മകൻ തേജ് പ്രതാപിനെ പാർട്ടിയിൽ നടപടിയെടുത്ത കാര്യമാണ്. അതായത് വിവാഹമോചനത്തിൻ്റെ ഔദ്യോഗികമായ നടപടിക്രമങ്ങൾക്ക് മുമ്പേ പെൺസുഹൃത്തിൻ്റെ ഒപ്പം ഉള്ള വാർത്തകളും അതിൻ്റെ ചിത്രങ്ങളും പുറത്തു വന്നതിനെ തുടർന്ന് ഏതായാലും തേജ് പ്രതാപ് സിംഗിനെതിരെ തേജ് പ്രതാപ് യാദവിനെതിരെയുള്ള നടപടിയിലേക്ക് ലാലു പ്രസാദ് യാദവ് പോയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വാർത്തയിലേക്ക് കൂടെ പോയിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. കാരണം സമയക്കുറവുണ്ട്, നമുക്ക് ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ്. ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ 9-ാം പേജിൽ ഈ നമ്മൾ ഇപ്പോൾ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടും അതിലെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നൊരു സമയമാണ് കേരളത്തിൽ. അതിൻ്റെ വസ്ത്രധാരണ രീതി, ഈ ഷർട്ട് ഇടാതെ കയറുന്ന രീതി പരിഷ്കരിക്കണമെന്ന് SNDP അടക്കം മുന്നോട്ട് വെച്ച ഒരു ചർച്ച നടക്കുന്ന സമയത്ത് ഏതായാലും ഇന്ത്യൻ എക്സ്പ്രസ് ഗുരുവായൂർ അമ്പലത്തിലെ ഒരു വാർത്ത, ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടപ്പുരയിൽ, അതായത് ഊട്ടുപുരയിൽ, പ്രസാദ് ഊട്ടുപുരയിൽ അവർക്ക് ഇനി മുതൽ ഷർട്ടിട്ട് കയറാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് പോകുന്നു എന്നുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ ആ ഒരു മാറ്റം, ഇത് ഒരു കുറേ കാലത്തിനിടയിലുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ശീലങ്ങളെ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലേക്കുള്ളൊരു മാറ്റം എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ഈ രീതിയിലുള്ള ധാരാളം വാർത്തകളുണ്ട്. ഒപ്പം ഗാസയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളുണ്ട്. മാധ്യമത്തിൽ 220ഓളം മാധ്യമപ്രവർത്തകർ, 200-ലധികം മാധ്യമപ്രവർത്തകർ ഗാസയിൽ കൊല്ലപ്പെട്ടു, പ്രാദേശിക മാധ്യമപ്രവർത്തകർ എന്നുള്ള വാർത്തയുണ്ട്. ഏതായാലും അത്തരം വാർത്തകൾ ധാരാളമുള്ള ദിവസമാണ്. ഗാസ പ്രധാനപ്പെട്ട ഒരു വാർത്താ കേന്ദ്രമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം മോദി, അതുപോലെ നമ്മുടെ രാജ്യത്തെ പ്രതിനിധി സംഘത്തിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ടുണ്ട് നിരവധി വാർത്തകളുണ്ട്. ഏതായാലും കൂടുതൽ വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്, കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാനുള്ള സമയമില്ല. ഏതായാലും അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ശുഭദിനം. കാലവർഷക്കെടുതിയാണ്. അപ്പം എല്ലാ പ്രേക്ഷകരോടും കൂടുതൽ മുൻകരുതലുകളും ജാഗ്രതയും ഒക്കെ വേണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു.